infos.cf-ലൂടെ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ലാപ്ടോപ്പിൽ അതിന്റെ ബ്രൈറ്റ്നസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് വേണ്ട വിധം അതിന്റെ വെളിച്ചം കൂട്ടുകയും കുറക്കുകയും എല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. അതിന് നാം ആദ്യമായി ചെയ്യേണ്ടത് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ പാനൽ എടുക്കുക. കൺട്രോൾ പാനൽ ഓപ്പൺ ആയി വന്നതിന് ശേഷം അതിൽ നമുക്ക് കാണാം പവർ ഓപ്ഷൻ. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ പവർ ഓപ്ഷൻ അതിന്റെ എല്ലാ ഓപ്ഷനുകളും നമുക്ക് തെളിഞ്ഞു വരുന്നതാണ്. ഇവിടെ നമുക്ക് നാം ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറക്കുകയും എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുകയും ചെയ്യാം. ഉദാഹരണമായി ബാലൻസ്ഡ്, ഇവിടെ നമുക്ക് കാണാം ചേഞ്ച് പ്ലാൻ സെറ്റിംഗ്സ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓൺ ബാറ്ററി പ്ലഗ്ഡ് ഇൻ. ഇവിടെ ലാപ്ടോപ്പ് ബാറ്ററിയിലാണെങ്കിൽ ഈ സെറ്റിംഗ്സ് ആണ് പ്രവർത്തിക്കുക. അതേസമയം കറണ്ടിൽ നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഇവിടെ സെറ്റ് ചെയ്യുന്ന ഈ സെറ്റിംഗ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ കാണാം ഡിം ദ ഡിസ്പ്ലേ. അതുപോലെ തന്നെ ഇവിടെ നെവർ 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ നമുക്ക് വേണ്ട സെറ്റ് ചെയ്യാം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്ര നേരം കഴിഞ്ഞതിന് ശേഷമാണ് ഡിസ്പ്ലേ ഡിമായി വെളിച്ചം കുറയേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ബാറ്ററിയിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ കറണ്ടിലായിരിക്കുമ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എന്തായിരിക്കണം സംഭവിക്കേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ടേൺ ഓഫ് ദ ഡിസ്പ്ലേ ഓഫായി പോകുന്നതിന് വേണ്ടി ആകുന്നതിന് വേണ്ടി എത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ സെറ്റ് ചെയ്യാം. പ്ലഗ്ഡ് ഇൻ ആണെങ്കിൽ അത് എത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സ്ലീപ്പ് ആവേണ്ടത് എത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണ്. പ്ലഗ്ഡ് ഇൻ ആണെങ്കിൽ അത് എത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണ് സ്ലീപ്പ് ആവേണ്ടത്. അതെല്ലാം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ സേവ് ചേഞ്ച് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം സേവായി അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അഡ്ജസ്റ്റ് പ്ലാൻ ബ്രൈറ്റ്നസ്, ബാറ്ററിയിലായിരിക്കുമ്പോൾ അതിന്റെ വെളിച്ചം എത്ര ആയിരിക്കണം, അതുപോലെ തന്നെ പ്ലഗ്ഡ് ഇൻ ആകുമ്പോൾ എത്ര വെളിച്ചമായിരിക്കണം എന്നെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ ബ്രൈറ്റ്നസ് കുറച്ചുകൊണ്ട് സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വെളിച്ചം കുറഞ്ഞു കിട്ടുന്നതാണ്. ഇപ്പോൾ ബാറ്ററിയിലായതുകൊണ്ട് തന്നെ ബാറ്ററിയിലുള്ള അതിന്റെ വെളിച്ചം കുറച്ചു കഴിഞ്ഞ് സേവ് ചെയ്താൽ വെളിച്ചം കുറഞ്ഞു കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചേഞ്ച് അഡ്വാൻസ് പവർ സെറ്റിംഗ്സ്. ഇതിലും ഈ കണ്ടതുപോലെ തന്നെ എല്ലാ സെറ്റിംഗ്സും ഇവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ സെറ്റ് ചെയ്ത് നമുക്ക് എല്ലാം ഓരോന്നായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. അതെല്ലാം പൂർണ്ണ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി വരണമെങ്കിൽ റീസ്റ്റോർ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ഫോർ ദിസ് പ്ലാൻ ക്ലിക്ക് ചെയ്താൽ നമുക്കത് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ മടങ്ങി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ 3 തരം പ്ലാനുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പവർ സേവർ, ബാലൻസ്ഡ്, ഹൈ, അങ്ങനെ പലതുമുണ്ട്. ഇങ്ങനെ നമുക്ക് പല തരത്തിലും കാണാൻ സാധിക്കുന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ബാലൻസ് സെറ്റ് ആവുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വേണ്ട വെളിച്ചം കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ചൂസ് വൺ ക്ലോസ് ദ ഐഡിയൽ. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ലാപ്ടോപ്പിലെ പവർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് സംഭവിക്കണമെന്ന്
ബാറ്ററിയിലായിരിക്കുമ്പോൾ സ്ലീപ്പ്, അതേപോലെ ഹൈബർനെറ്റ്, ഷട്ട് ഡൗൺ, ഇങ്ങനെ ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പ്ലഗഡ് ഇൻ ആകുമ്പോൾ എന്ത് സംഭവിക്കണം അത് നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്ലീപ്പ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കണമെന്നും ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇതിൽ വേറെ കാണാൻ സാധിക്കുന്നത് നമുക്ക് പുതിയ പ്ലാനുകൾ ഇവിടെ ഉണ്ടാക്കാം. നേരത്തെ കണ്ടതുപോലെ തന്നെ ബാലൻസ്ഡ്, പവർ സേവർ, ഹൈ, അങ്ങനെ നമുക്ക് ഉദ്ദേശിക്കുന്ന പേര് ഇവിടെ കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാൻ ക്രിയേറ്റ് ആവുന്നതാണ്. ഇതിൽ നമുക്ക് വേണ്ട സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാൻ ഇവിടെ വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും സ്ലീപ്പ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സംഭവിക്കണമെന്നാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ പവറിന്റെ എല്ലാ ഓപ്ഷനുകളും ഇവിടെ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും അങ്ങനെ എല്ലാ സെറ്റിംഗ്സും ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോസുകൾക്ക് www.infos.cf സന്ദർശിക്കുക.